ലോകത്തിലെ പല ഭരണകൂടങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിലൊന്നാണ് അഴിമതി. എത്ര മികച്ച രാജ്യമായാലും ചെറുകിട അഴിമതി മുതൽ വൻകിട അഴിമതികൾ വരെ നടക്കാറുണ്ട്. ഇത്തരം അഴിമതികൾ പലപ്പോഴും രാജ്യങ്ങളെ തന്നെ വൻതോതിൽ ഉലയ്ക്കാറുമുണ്ട്. കഴിഞ്ഞിടയ്ക്ക് യുക്രൈൻ സൈനിക ഉദ്യോഗസ്ഥൻ ആയുധം വാങ്ങിയ ഇനത്തിൽ അഴിമതി നടത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിനിടെ ചൈനയിൽ നിന്നും ഇപ്പോൾ ഒരു അഴിമതി വാർത്തയാണ് പുറത്തുവരുന്നത്. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തല അച്ചടക്ക നടപടിയിൽ കഴിഞ്ഞ വർഷം മാത്രം 1,10,000 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടെന്ന് രാജ്യത്തെ ഉന്നത അഴിമതി വിരുദ്ധ സമിതിയുടെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ചുമതലകൾ യഥാവിധി ചെയ്യാത്തവരെയും പണവും സമ്മാനങ്ങളും ജനങ്ങളിൽ നിന്ന് കൈപ്പറ്റിയവരും അച്ചടക്ക നടപടി നേരിട്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ചാന്ദ്ര പുതുവത്സരത്തിന് മുൻപായി നിയമങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയായ സെൻട്രൽ കമ്മീഷൻ ഫോർ ഡിസിപ്ലിൻ ഇൻസ്പെക്ടർ ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സെൻട്രൽ കമ്മീഷണർ ഫോർ ഡിസിപ്ലിൻ ഇൻസ്പെക്ഷൻ കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ച കണക്കുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് കേസുകളുടെ എണ്ണത്തിൽ 13% വർധനവുണ്ടായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 2022 ഒക്ടോബറിൽ 3ാം തവണയും അധികാരം കൈപ്പിടിയിലൊതുക്കി ചൈനയുടെ പരമോന്നത നേതാവായി മാറിയ പ്രസിഡന്റ് ഷീ ജിൻപിങ് രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും തൻ്റെ വിശ്വസ്തരെ നിയോഗിച്ചു കഴിഞ്ഞു. 3ാമത്തെ തവണ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ഷീ ജിൻപിങ് രാജ്യത്ത് അഴിമതിക്കെതിരെ ശക്തമായ നടപടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അധികാരമേറ്റതിന് ശേഷവും തൻ്റെ എതിരാളികളെ ഒതുക്കുന്നതിന് അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിക്കുന്നതായി വിമർശനങ്ങളും ഇതിനിടെ ഉയർന്നു. കഴിഞ്ഞ വർഷം ഭരണത്തിലെ 45 മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കമ്മീഷൻ അഴിമതി അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ്. ഒപ്പം അധികാരത്തിലെ മുതിർന്ന വ്യക്തികളിൽ പലരും അന്വേഷണത്തിൻ്റെ നിഴലിലാണെന്നും സൂചനകളുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ക്വീൻഗാങ്ങിനെ വിദേശ മന്ത്രിസ്ഥാനത്ത് നിന്നും ലീ ഷാങ്ഫുവിനെ പ്രതിരോധ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരുന്നു. ഒപ്പം ചൈനയുടെ ദേശീയ നിയമനിർമ്മാണ സമിതിയായ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് 9 മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും അപ്രതീക്ഷിതമായി പിരിച്ചുവിട്ടിരുന്നു. അതേസമയം 2012 അവസാനത്തിൽ പാർട്ടിയുടെ തലവനായി ചുമതലയേറ്റയുടൻ ഷീ നടപ്പിലാക്കിയ ഔദ്യോഗിക പെരുമാറ്റത്തെക്കുറിച്ചുള്ള 8 നിയമങ്ങളുടെ ലംഘനമാണ് കഴിഞ്ഞ വർഷത്തെ അച്ചടക്ക നടപടികളിൽ ഉൾപ്പെട്ടതെന്നും CCDI വിശദീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, യു ടോക്ക്.